രാജ്യത്തിന് വീണ്ടും മാതൃകയാവുകയാണ് കേരളം. 34 വർഷം മുമ്പ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേരളം മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ സംസ്ഥാനമായി. 22 ലക്ഷം നവ ഡിജിറ്റൽ സാക്ഷരരെ സൃഷ്ടിച്ചാണ് നവസാക്ഷരതാ ദൗത്യം. ഡിജിറ്റൽ സാക്ഷരരായവരിൽ 1,35,000 പേർ 76-നും 90-നും ഇടയിൽ പ്രായമുള്ളവരാണ്. 2022 തുടക്കമിട്ട ബൃഹത് പദ്ധതിയാണ് ലക്ഷ്യത്തിലെത്തിയത്. ആദ്യം RDX ആപ്പ് കാണാം. ഒരിക്കൽ കൂടി രാജ്യത്തിനു മുന്നിൽ തലയുയർത്തി വഴികാട്ടുകയാണ് കേരളം. 1991 സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ശേഷം മറ്റൊരു ചരിത്ര നേട്ടം. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ലെന്ന് കാട്ടിത്തരുന്നു 104-കാരൻ അബ്ദുല്ല മൗലവിയും പുല്ലമ്പാറയിലെ 103-കാരൻ കരുണാകര പണിക്കരും. ഓൺലൈനായി ബില്ലടയ്ക്കാനും സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കാനും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഡിജി സേവനങ്ങൾ ഉപയോഗിക്കാനുമെല്ലാം അവരിന്ന് പ്രാപ്തരാണ്. കോവിഡ് കാലത്ത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ പദ്ധതിയാണ് കേരളം ഏറ്റെടുത്തത്. 83 ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേയിൽ 22 ലക്ഷം പേരെ ഡിജിറ്റൽ പഠിതാക്കളായി കണ്ടെത്തി. കിലയുടെ സഹായത്തോടെയായിരുന്നു മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനം. തദ്ദേശ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർമാരെ ഉപയോഗിച്ചും ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പ് മുഖേനയും സുതാര്യത ഉറപ്പാക്കി. പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ പൗരന്മാർക്ക് എല്ലാ രേഖകളും ഡിജി ലോക്കർ വഴി ലഭ്യമാക്കുമെന്നും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത പ്രഖ്യാപന ചടങ്ങിൽ മുഖ്യമന്ത്രി അറിയിച്ചു. RDX ആപ്പ് ന്യൂസ് മലയാളം. സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതായുള്ള പ്രഖ്യാപനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടന്നത്. ഡിജിറ്റൽ സാക്ഷരത നേടിയവരിൽ ഏറ്റവും പ്രായം കൂടിയ 105-കാരൻ അബ്ദുള്ള മൗലവി ബാഖവിയോട് ഉദ്ഘാടന ചടങ്ങിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോളിൽ സംസാരിച്ചു. ആ ദൃശ്യം കാണാം. നിങ്ങളെ പോലുള്ളവരുടെ അനുഗ്രഹവും പിന്തുണയാണ് ഈ സർക്കാരിൻ്റെ തന്നെ ബലം. അതെപ്പോഴും ഉണ്ടാകണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ ആശംസകളും. നല്ല വിശേഷം. എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. കേരളം നയിക്കുകയാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളം രാജ്യത്തിന് ഒരിക്കൽ കൂടി മാതൃകയായി. അതിലൂടെ 100% ഡിജിറ്റൽ സാക്ഷരരായത് 2022 തുടക്കമിട്ട ഡിജി കേരളം പദ്ധതിയിലൂടെയാണ്. ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായി പരിശീലനം പൂർത്തിയാക്കിയത് 21.87 ലക്ഷം ആളുകളാണ്. വോളണ്ടിയർമാർ മുഖാന്തരം ശാസ്ത്രീയമായി തയ്യാറാക്കിയ മൊഡ്യൂളുകൾ പ്രകാരമാണ് പരിശീലനം നൽകിയത്. ഡിജിറ്റൽ സാക്ഷരരായവരിൽ 1,35,000 പേർ 76-നും 90-നും ഇടയിൽ പ്രായമുള്ളവരാണ് എന്ന് നമ്മൾ കാണണം. അത് കണ്ടു. ഡിജിറ്റൽ അറിവുകൾ പഠിക്കാനെത്തിയവരിൽ 15,221 പേർ 90 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടായിരുന്നു എന്നുകൂടെ നമ്മൾ കൗതുകത്തോടെ അറിയുന്നു. പ്രായം കൂടിയ ഡിജിറ്റൽ നവസാക്ഷരൻ പെരുമ്പാവൂർ ഓട്ടക്കാലി സ്വദേശിയായ 104-കാരൻ അബ്ദുള്ള മൗലവിയാണ്. നമ്മൾ അദ്ദേഹത്തെ കണ്ടു. ആദ്യം ലക്ഷ്യമിട്ടത് 14-നും 65-നും ഇടയിൽ പ്രായമുള്ളവരെയാണ്. പിന്നീട് എല്ലാവരെയും ഭാഗമാക്കുകയായിരുന്നു. പദ്ധതിക്കായി സർവേ നടത്തിയ സംസ്ഥാനത്തെ 83,45,879 വീടുകളിലാണ് എന്നുകൂടെ നമ്മൾ അറിയുമ്പോഴാണ് അതിൻ്റെ വലുപ്പം മനസ്സിലാവുക. പരിശീലനത്തിനും സർവേക്കുമായി ഇറങ്ങിയത് 2,57,048 വോളണ്ടിയർമാരാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. വലിയ ദൗത്യമായിരുന്നു. സ്മാർട്ട് ഫോൺ ഉപയോഗം, സാമൂഹ്യ മാധ്യമ ആപ്പുകൾ എന്നിവയിൽ പരിശീലനം ലഭിച്ചു ഈ പ്രായം ചെന്ന ആളുകൾക്ക്. ഇമെയിൽ, വാട്സാപ്പ്, ഫേസ്ബുക്ക് അടക്കം നവവാർത്താവിനിമയ മാർഗ്ഗങ്ങൾ അവർക്ക് പ്രയോഗിക്കാൻ കഴിയും. ഇനി ഡിജിറ്റലായി ബില്ലുകൾ അടയ്ക്കുക, സർക്കാർ ഡിജി സേവനങ്ങളുടെ ഉപയോഗം എന്നിവയും ഈ പ്രായം ചെന്ന ആളുകൾ പഠിച്ചു. ഗൂഗിൾ സെർച്ച് മുഖാന്തരമുള്ള വിവരങ്ങൾ, യൂട്യൂബ് ഉപയോഗം എന്നിവയിലും പഠനം നൽകി അവർക്ക് ഈ വളണ്ടിയർമാർ. സംസ്ഥാനമാകെ വ്യാപിപ്പിച്ചത് തിരുവനന്തപുരം പുല്ലമ്പാറയിൽ കോവിഡ് കാലത്ത് തുടങ്ങിയ പദ്ധതിയാണ് എന്ന് നമ്മളിപ്പോൾ അറിയുന്നു. തൊഴിലുറപ്പ് കൂലി അക്കൗണ്ടിലെത്തിയോ എന്ന് തിരക്കാനാണ് പദ്ധതി ആവിഷ്കരിച്ചത്. അതിൽ നിന്നാണ് ഇത്രമേൽ വളർന്നത്. തൊഴിലാളികൾ ബാങ്കിൽ പോകുന്ന ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടൊരുക്കിയ ആശയമായിരുന്നു ഇത്. ആദ്യഘട്ടത്തിൽ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്തായി പുല്ലമ്പാറ മാറി. നേരത്തെ നമ്മൾ പറഞ്ഞ തുടക്ക ഗ്രാമം ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്ത് നേട്ടമെത്തിയത് 2022 സെപ്റ്റംബറിലാണ് എന്ന് നമ്മൾ അറിയുന്നു. 2023 ഏപ്രിലിൽ പുല്ലമ്പാറ മോഡൽ സംസ്ഥാനത്ത് മുഴുവൻ നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വലിയ നേട്ടമായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനുഷികമായൊരു സംഗതിയാണ് ഹർഷൻ. അതായത് പ്രായത്തിൽ വാർദ്ധക്യമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാകുന്നത് അവരുടെ ഏകാന്തതയാണ്, ഒറ്റപ്പെടൽ. നമുക്കറിയാം, നമ്മുടെ തന്നെ വീട്ടിലുള്ള ആളുകൾ അവരുടെ ഒറ്റപ്പെടൽ വളരെ ഭീതിതമാം വിധം വലുതാണ്. അവരെ നിരവധി ആളുകൾക്കിടയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു സ്വാഭാവികമായിട്ടും ഈ ഡിജിറ്റൽ സാക്ഷരത. മറ്റ് ബില്ലുകളടക്കാം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നതിനേക്കാളൊക്കെ വലിയ കാര്യമായിട്ട് എനിക്കിതാണ് തോന്നിയത്. ഒരുപാട് ചെറുപ്പക്കാർ, അത്രമാത്രം നമ്പർ വളണ്ടിയർമാർ, ചെറുപ്പക്കാർ നിരത്തുകളിലേക്ക് ഇറങ്ങി വീടുകളിലേക്ക് പോയിട്ട് അവിടെ ചെന്നാണ് പഠിപ്പിച്ചത് എന്നതും അതിൻ്റെ വലുപ്പമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും ഇപ്പോൾ എല്ലാവരും ഇത് സമ്പൂർണ്ണമായി അങ്ങ് പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ
ഒരു ഇതിനെക്കുറിച്ചൊരു ബോധം, ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണ എങ്കിലും കുറഞ്ഞ പക്ഷേ ഇവർക്കെല്ലാം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. സനീഷ, ഈ ഹോം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമയ്ക്കകത്ത് ഇന്ദ്രൻസിൻ്റെ കഥാപാത്രമുണ്ട്. ഒരു പ്രായമായ എന്ന് വെച്ചാൽ വലിയ പ്രായമായ മനുഷ്യനല്ല, പക്ഷേ പ്രായമായ ഒരാൾ. അദ്ദേഹത്തിന് ഈ സ്മാർട്ട് ഫോണൊന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നറിയില്ല. അതുകൊണ്ടുണ്ടാവുന്ന പുകലുകൾ, അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന സാമൂഹിക ഒറ്റപ്പെടൽ, ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ സിനിമയിൽ. ആ സിനിമയിലെ അവസ്ഥ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാവും. മുതിർന്ന പൗരന്മാരുള്ള മിക്കവാറും വീടുകളിലുണ്ടാവും. കേരളത്തിൻ്റെ വേറൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള സംസ്ഥാനമാണ് കേരളം. നമ്മളത് അഭിമാനത്തോടെ പറയുന്നുണ്ട്. അതുപോലെ ഏറ്റവും മികച്ച ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ അതിനൊപ്പിച്ചുള്ള ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റു സംവിധാനങ്ങൾ കൂടി, മറ്റു പരിശീലനങ്ങൾ കൂടി വേണ്ടതുണ്ടല്ലോ. മാത്രമല്ല ആ പ്രായമുള്ളവരെയും ഒരുമിച്ച് നിർത്താനും ഇതേക്കുറിച്ചൊക്കെയുള്ള ധാരണയുള്ളവരാക്കി നിർത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഒരു സമൂഹം എന്ന നിലയ്ക്ക് കേരളത്തിന്. അത് ഈ മട്ടിലെങ്കിലും കുറെ സാധ്യമായി എന്നുള്ളത് ചെറിയ കാര്യമല്ല. 1991 ഏപ്രിൽ 18 നായനാർ സർക്കാരിന്റെ കാലത്ത് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്താണ് അക്ഷര കേരളം എക്കാലവും ഓർത്തിരിക്കുന്ന സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം ഉണ്ടായത്. കുറ്റിക്കുള്ളിപ്പറമ്പ് അംഗനവാടിയിലെ സാക്ഷരതാ കേന്ദ്രത്തിൽ ചേർന്ന് അക്ഷരം പഠിച്ച ചേലക്കോടൻ ആയിഷുമ്മയായിരുന്നു അന്ന് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയത്. മഹാസമ്മേളന വേദിയിലേക്ക് ആത്മവിശ്വാസത്തിന്റെ ആൾരൂപമായി കയറി വന്ന ആയിഷുമ്മ എന്ന 58-കാരി അക്ഷരദീപം കൊളുത്തി കേരളത്തെ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമാക്കി പ്രഖ്യാപിച്ചു. 34 വർഷം കടന്നുപോയി. ഇപ്പോഴിതാ 105 വയസ്സുള്ള അബ്ദുള്ള മൗലവി മുഖ്യമന്ത്രി പിണറായി വിജയനോട് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ട് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. കൂടുതൽ എന്ത് പറയാനാണ്? എല്ലാ ഡിജിറ്റൽ നവസാക്ഷരർക്കും RDXന്റെ സ്നേഹാഭിവാദ്യങ്ങൾ.